ഈ സാധനം കണ്ടോ? ഇത് ഇത് ഞാൻ ഉണ്ടാക്കിയ ഡ്രിങ്ക്സായത്. എന്തെന്നാ പൊടി എന്ന് പറഞ്ഞാൽ 2 പാക്കറ്റ് എന്തെന്ന് 2 പാക്കറ്റ് എന്തെന്നാണിത്? മുത്താറി റാഗി മേടിച്ചുകൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാം പരിപ്പും ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അതിനുശേഷം ഉള്ള പൊടിയായത്. അതിനുശേഷം ഞാൻ ഉണ്ടാക്കിയ ഒരു പാനീയമായത്. അസാധ്യ ടേസ്റ്റ്, ഒന്നും പറയാനില്ല, ഗംഭീരം. കണ്ടോ? ഇതിട്ട് വേണമെങ്കിൽ ഇത് നമ്മൾ രാത്രി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക. രാവിലെ മിൽക്കിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് തേനും ഒഴിച്ചിട്ട് രാത്രി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ചിയാ സീഡ് ഒഴിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓട്സും യൂസ് ചെയ്യാം. ഇത് ബോയിൽ ചെയ്യുമ്പോൾ ഓട്സും ഇടാം. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് രാവിലെ എടുത്തിട്ട് ഷുഗറോ പഞ്ചസാരയോ തേനോ ഒക്കെ ഒഴിച്ചിട്ട് ഒരു അവക്കാട എടുത്തിട്ട് അതിൻ്റെ അകത്തിട്ട് ജ്യൂസ് അടിക്കുക. ഐസ് ഇടും. പൊളിക്കും മക്കളെ, സാധനം പൊളിക്കും. ഇതാ കണ്ടോ? നല്ല എന്താ സാധനം എന്നറിയോ? ഒരു രക്ഷയില്ല. ഇത് ഭയങ്കര സാധനം. മനസ്സിലായോ? വേണമെങ്കിൽ ഉണ്ടാക്കിയോ കുടിച്ചോ. ഗംഭീര സാധനം, ഗംഭീര സാധനം. ഒന്നുമില്ല, മുത്താറി, കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് ഒരൊറ്റ അടി മിക്സിയിലിട്ടിട്ട് പൗഡറാക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുക. പോളിസാധനം എന്ന് പറഞ്ഞാൽ പോളിസാധനം ഒരു രക്ഷയില്ല. ഇതിലെന്ന് പറഞ്ഞാൽ മുത്താറിയിൽ ഷുഗറില്ല, കൊളസ്ട്രോളില്ല, ഒന്നുമില്ല. അതിൻ്റെ കൂടി പിന്നെ അവക്കാടയുടെയും കൂടി ഇട്ടാൽ എന്തായിരിക്കും സ്ഥിതി? സാധനം രാജാവാകും. മനസ്സിലായോ? ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഒരു അവക്കാട കഴിക്കണം എന്നാണ്. അപ്പോൾ ഇതൊക്കെ കഴിക്കുക. ഒരു 2 മുട്ടയും പുഴുങ്ങി വെള്ളം മാത്രമുള്ള മുട്ടയും കഴിക്കുക. ഗംഭീര സാധനം. നിങ്ങളെ പ്രോട്ടീൻ പൗഡർ ഒന്നും ഇരുത്തിയിലെത്തിയില്ല. അത്രയും ഗംഭീര സാധനം.